നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. തൃശൂരിൽ പത്മജ വേണുഗോപാൽ എത്തി. ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ആവർത്തിക്കുകയാണ് പത്മജ വേണുഗോപാൽ. 22 ലക്ഷം രൂപ കോൺഗ്രസ് നേതാക്കൾ കൈപ്പറ്റിയ കാര്യം ഇന്ന് പത്മജ ആവർത്തിച്ചു തൃശൂരിൽ മാധ്യമങ്ങളോട്. ഇതിൽ MP വിൻസെന്റിനെയും TN പ്രതാപനെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ. ഇതിനെക്കുറിച്ച് MP വിൻസെന്റ് പിന്നീട് മാധ്യമങ്ങളോട് മറുപടി നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ സുപ്രീം കോടതിയുടെ ശക്തമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു ഇന്ന് SBIക്ക്. വിശദമായ വാർത്തകളുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ കൈമാറാൻ കൂടുതൽ സമയം വേണമെന്ന SBIയുടെ ആവശ്യം തള്ളി സുപ്രീം കോടതി. വിവരങ്ങൾ നാളെ നൽകണം. ബോണ്ട് റദ്ദാക്കിയ വിധിക്ക് ശേഷം ഇത്രയും ദിവസം ബാങ്ക് എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് കോടതി. ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ കോർ ബാങ്കിംഗ് സിസ്റ്റത്തിൽ ഇല്ലെന്ന് ബാങ്ക്. കോൺഗ്രസിൽ ആരുമല്ലെന്ന് പറഞ്ഞ ഷമാ മുഹമ്മദിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്ത് പത്മജ വേണുഗോപാൽ. തൃശൂരിൽ കോൺഗ്രസുകാർ കാലുവാരുമ്പോൾ മുരളിക്ക് BJPയിലേക്ക് വരാൻ തോന്നുമെന്നും പത്മജ. ഉന്നത നേതാക്കൾ LDFിലേക്ക് ക്ഷണിച്ചെന്നും വെളിപ്പെടുത്തൽ. മഞ്ഞുമ്മൽ ബോയ്സിനെ അധിക്ഷേപിച്ച ജയമോഹനെതിരെ ഒറ്റക്കെട്ടായി മലയാള സിനിമ. വെറുതെ പറഞ്ഞു പോകാതെ കൃത്യമായ വിശദീകരണം വേണമെന്ന് B ഉണ്ണികൃഷ്ണൻ. തമിഴ്നാട്ടിൽ മഞ്ഞുമ്മൽ ബോയ്സിന് കിട്ടുന്ന അംഗീകാരം ജയമോഹൻ കാണുന്നില്ലേ എന്ന് ഹരീഷ് പേരടി. ഓസ്കറിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൻഹൈമർ. മികച്ച സിനിമ, സംവിധായകൻ, നടൻ, സഹനടൻ ഉൾപ്പെടെ 7 ഓസ്കർ. കിലിയൻ മർഫി മികച്ച നടൻ, എമ്മ സ്റ്റോൺ നടി. SFIക്ക് സംഘടനയുടെ അടിസ്ഥാന തത്വം അറിയില്ലെന്ന ബിനോയ് വിശ്വത്തിന്റെ വിമർശനം ആയുധമാക്കി UDF. കേരള സർവകലാശാല കലോത്സവത്തിൽ SFI കാട്ടിയത് ക്രിമിനലിസം എന്ന് VD സതീശൻ. തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയ ശേഷം സുപ്രീം കോടതി SBIയോട് ആവശ്യപ്പെട്ടിരുന്നു. ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയത്, അത് ഏതൊക്കെ പാർട്ടികൾക്കാണ് കിട്ടിയത്, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സുപ്രീം കോടതിക്ക് നൽകണമെന്ന്. പക്ഷേ ഇതുവരെ സുപ്രീം കോടതി ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ സുപ്രീം കോടതിക്ക് നൽകിയിരുന്നില്ല. അതുമാത്രമല്ല, ജൂൺ 30 വരെ ഇതിനായി സമയം വേണമെന്നാണ് കോടതിയോട് SBI ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇന്ന് സുപ്രീം കോടതി ഉന്നയിച്ചത്. കൃത്യമായും കുറെ ചോദ്യങ്ങൾ SBIയോട് ചോദിക്കുകയും ചെയ്തു. SBI നൽകിയ ഉത്തരങ്ങൾ തൃപ്തികരമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാളെ ഒറ്റ ദിവസത്തെ സാവകാശമാണ് സുപ്രീം കോടതി SBIക്ക് നൽകിയത്. ഇതിനകം കൃത്യമായ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ കുറിച്ച്, ഇതിനകം തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയതിന് തൊട്ട് മുമ്പ് വരെ ആരെല്ലാം ഇത്തരം ബോണ്ടുകൾ വാങ്ങി, അത് ഏതെല്ലാം പാർട്ടികൾക്കാണ് കിട്ടിയത്, ഇതേക്കുറിച്ച് SBIയുടെ കൈവശമുള്ള വിവരങ്ങൾ കോടതിക്ക് നൽകണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് SBIക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, 15-ാം തീയതിക്കകം മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, എന്തെല്ലാം ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതി SBIയോട് ചോദിച്ചു? ഇതിന് SBI നൽകിയ മറുപടി എന്തെല്ലാമായിരുന്നു? മഞ്ജുഷ്, കനത്ത തിരിച്ചടിയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇപ്പോൾ SBIക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം SBIയുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് ജൂൺ 30 വരെ ഈ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിച്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ ജൂൺ 30 വരെ സാവകാശം വേണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഈ ആവശ്യം പൂർണ്ണമായി തള്ളുന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി കടുത്ത വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കടുത്ത വിമർശനമാണ് SBIക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 26 ദിവസമായി വിധി വന്നിട്ട്, കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് വിധി വന്നത്. അപ്പോൾ ഈ 26 ദിവസം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുകയായിരുന്നു ബാങ്ക് എന്ന ചോദ്യം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രവുമല്ല, ചില ആത്മാർത്ഥത ബാങ്കിന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നു എന്ന അതൃപ്തി കൂടി പ്രകടിപ്പിച്ചു. തുടർന്നാണ് സമയം നീട്ടി നൽകാൻ കഴിയില്ല എന്ന കടുത്ത നിലപാട് കോടതി വ്യക്തമാക്കിയതും ഉത്തരവ് പറഞ്ഞതും. അതായത് നാളെ വൈകിട്ടകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിവരങ്ങൾ കൈമാറണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 15-ാം തീയതിക്കകം ഇത് പ്രസിദ്ധീകരിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അത്തരം നീക്കം അല്ലെങ്കിൽ നടപടി ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ കോടതിയെ അലക്ഷ്യ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും
ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നൽകിയിരിക്കുകയാണ്. ഇന്ന് പ്രധാനമായും SP ഭാഗത്തുനിന്നുണ്ടായ ഹരീഷ് സാൽവെയുടെ വാദം, അതായത് സങ്കീർണമായ നടപടിക്രമങ്ങളാണ്, അതുകൊണ്ട് തന്നെ സാവകാശം നൽകണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. അതേസമയത്ത് തന്നെ ഈ സാങ്കേതിക കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സിസ്റ്റത്തിൽ ഈ വിവരങ്ങൾ ഇല്ല എന്നുള്ള കാര്യം ബാങ്ക് വ്യക്തമാക്കി കഴിഞ്ഞു സുപ്രീം കോടതിയിൽ. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ബാങ്കിന് ഈ കാര്യങ്ങൾ എങ്ങനെ സുപ്രീം കോടതിക്ക് നൽകാൻ കഴിയും? അതോ ബാങ്ക് കാര്യങ്ങൾ മറച്ചു വെക്കുന്നതാണോ? എന്താണ് ഈ സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? മഞ്ജുഷി, ഇന്ന് ഹരീഷ് സാൽവെ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് ആരൊക്കെ ബോണ്ടുകൾ വാങ്ങി എന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പ്രശ്നമില്ല, അത് കൈവശമുണ്ട്. എന്നാൽ മറ്റു ചില വിവരങ്ങൾ, പ്രത്യേകിച്ച് ആ ബോണ്ടുകൾ ആരുടെ ബോണ്ട് ഏതൊക്കെ പാർട്ടിക്ക് നൽകി, ആ വിവരങ്ങൾ കൈമാറാൻ നിലവിൽ സാവകാശം വേണം. കാരണം രണ്ടിടത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതാണ് SP വാദം. തുടർന്ന് ഉത്തരവ് വ്യക്തമാക്കിയതിനു ശേഷവും ഹരീഷ് സാൽവെ ഇക്കാര്യം ചോദിച്ചപ്പോഴും കോടതി പറഞ്ഞത് എല്ലാം ഉത്തരവിൽ വ്യക്തമാണല്ലോ എന്ന മറു ചോദ്യമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തൊക്കെ വിവരങ്ങൾ SBI നാളെ വൈകിട്ടകം സമർപ്പിക്കുമെന്നാണ് അറിയേണ്ടത്. അതായത് ബോണ്ടുകൾ വാങ്ങിയവരുടെ വിവരങ്ങൾ മാത്രമാണോ, അതോ ബോണ്ടുകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റി, അക്കാര്യത്തിലൊരു വ്യക്തത, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരങ്ങൾ SBI കൈമാറുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. സ്വാഭാവികമായും അത്തരമൊരു നീക്കം SBI ഭാഗത്തുണ്ടായില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ കോടതി നൽകിയിട്ടുണ്ട്. കാരണം SBI സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹർജിയുമായി കോടതി പോയപ്പോൾ തന്നെ കോടതിയലക്ഷ്യ നടപടിയുമായി അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിസർച്ചും ഒപ്പം തന്നെ CPM കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത 24 മണിക്കൂർ SBI സംബന്ധിച്ച് നിർണായകമാണ്. SBI ഏതൊക്കെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും? ശരിയാണ് രാകേഷ്, വളരെ നിർണായകമാണ് SBIക്ക്. അതിന് ഒരു കാരണം ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങൾ ഉണ്ടായതാണ്. അത് സുപ്രീം കോടതിയിൽ SBI ഹാജരാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ആരെല്ലാം വാങ്ങി, അത് ഏതെല്ലാം പാർട്ടികൾക്കാണ് ഓരോരോ ബോണ്ടുകളും നൽകിയത്, സങ്കീർണമായ വിവരങ്ങളാണ് SBI നൽകേണ്ടത്. ഇതിന് സാങ്കേതികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നും ജൂൺ 30 വരെ സമയം വേണമെന്നുമാണ് സുപ്രീം കോടതിയോട് SBI ആവശ്യപ്പെട്ടത്. പക്ഷേ സുപ്രീം കോടതി ഈ ആവശ്യം അംഗീകരിച്ചില്ല. ഒറ്റ ദിവസത്തെ സമയം മാത്രമാണ് SBIക്ക് നൽകിയത്. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ നൽകുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 15-ാം തീയതിയോടെ ഈ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയും വേണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോവുകയാണ്. തൃശൂരിൽ പത്മജ വേണുഗോപാൽ എത്തി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം പത്മജ വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പത്മജ വേണുഗോപാൽ പ്രവർത്തിക്കാൻ പോകുന്നത് തൃശൂരിൽ. അതേസമയത്ത് തന്നെ K മുരളീധരൻ തോൽക്കാൻ സാധ്യതയാണ് ഉള്ളത് എന്ന് പത്മജ വേണുഗോപാൽ പറയുന്നു. അതിന് കാരണമായി പത്മജ പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ K മുരളീധരനെ കാലുവാരുമെന്നാണ്. 2021 എന്താണോ സംഭവിച്ചത് തൃശൂരിൽ, അത് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. ഇത്തവണ തൃശൂരിലേക്ക് K മുരളീധരനെ സ്വീകരിച്ചപ്പോൾ റോഡ് ഷോ പോയ വാഹനത്തിന്റെ ഇടതും വലതും നിന്നവർ അത് TN പ്രതാപനും MP വിൻസെന്റുമായിരുന്നു. ഇവരുടെ പേര് പത്മജ പറഞ്ഞില്ല. പക്ഷേ ഇവർ തോൽപ്പിക്കും, K മുരളീധരനെ കാലുവാരും എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സ്ത്രീ പ്രാതിനിധ്യം കോൺഗ്രസിൽ ഇല്ല എന്ന് പരസ്യമായി പറഞ്ഞ ഷമ മുഹമ്മദിനെ BJPയിലേക്ക് പത്മജ വേണുഗോപാൽ സ്വാഗതം ചെയ്യുകയും ഉണ്ടായി. പത്മജ വേണുഗോപാലിന്റെ വാക്കുകളിലേക്ക്. ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, എന്നെ തോൽപ്പിക്കാൻ നിന്നതിൽ 2-3 പേര് മുരളിയേട്ടൻ്റെ ജീപ്പിന്റെ കൂടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. അതാരാ നിങ്ങൾ കണ്ടുപിടിച്ചത്? 3 പേരാണ് നിന്നത്. ഒന്ന് MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TN പ്രതാപൻ. ഇതിൽ ആരൊക്കെയാണ്? ജോസ് വള്ളൂർ ഒല്ലൂര് നിൽക്കുന്ന ആളെങ്ങനെയാണ് തോൽപ്പിക്കാൻ? അപ്പൊ MP വിൻസെന്റും TN പ്രതാപനും അല്ലേ? നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതിന്റെ പിന്നിൽ കളിച്ച വേറെ വലിയ നേതാക്കൾ. അത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞോളാം. എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ, അപ്പൊ ഞാൻ പറയാം. ഏത് കരുണാകരന്റെ മക്കളോടെ ദേഷ്യ പാവ മുരളിയേട്ടൻ അവിടെ വടകര ഒന്ന് ജയിച്ചു പോയേനെ. എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടേന്നല്ല. തൃശ്ശൂർ നല്ല ആളുകളുണ്ട്, പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര്. അവരുടെ അടുത്ത് ഓടിപ്പോയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കളോട് ചെയ്തതുപോലെ തന്നെ മുരളീധരനോട് ചെയ്യുന്നതാണോ പറയുന്നത്? ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളെ കൊണ്ട് ആ നേതാക്കളെ നന്നായി പോയിണ്ടാവും. സഹോദരൻ മാത്രല്ല, പലരും വരും. അതൊന്നും എനിക്കറിയില്ല. ആള് പറഞ്ഞ മാതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായി. ആൾക്ക് അതിനൊന്നും ബുദ്ധിമുട്ടും മടിയൊന്നും ഇല്ലാത്ത ആളാണ്. പലരും പഴയ കോൺഗ്രസ്സുകാരാണ് BJPയിലേക്ക് വന്നിട്ടുള്ളതും. അപ്പം എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ വരുന്ന ആളെ എൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തണത്.
അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല. അപ്പം പുതിയ ആളുകൾ വന്നു, അവരായിട്ട് സ്നേഹമായിട്ട് ഇനി മുന്നോട്ട് പോവാം. 2021 തന്നെ കാലുവാരിയവർ ആരൊക്കെയാണെന്നും അതേ ആളുകൾ ഇത്തവണ കെ മുരളീധരനെ കാലുവാരുമെന്നും പത്മജ വേണുഗോപാൽ പറയുന്നത് അത് ടി.എൻ. പ്രതാപനെയും MP വിൻസെന്റിനെയും ഉന്നം വെച്ചാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം വള്ളൂർ അക്കാര്യത്തിൽ നിരപരാധിയാണ് എന്നുള്ള കാര്യം, ജോസ് വള്ളൂർ നിരപരാധിയാണ് എന്നുള്ള കാര്യം പത്മജ വേണുഗോപാൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വാഹനത്തിൽ കെ മുരളീധരനോടൊപ്പം ഇടതും വലതും ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ എന്ന് പറയുന്നത് ടി.എൻ. പ്രതാപനും MP വിൻസെന്റുമാണ്. MP വിൻസെന്റ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്പസമയത്തിന് ശേഷം കേൾക്കാം. അതിനു മുമ്പ് പത്മജ വേണുഗോപാൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇന്ന് തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയം തനിക്കൊരു ഓഫർ വന്നിരുന്നുവെന്ന് പത്മജ പറയുന്നു. അത് LDF-ൽ നിന്നാണ്. LDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് വന്ന് കണ്ടത്. പക്ഷേ അന്ന് കോൺഗ്രസ് വിടണം എന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഓഫർ താൻ സ്വീകരിച്ചില്ല എന്നും പത്മജ വേണുഗോപാൽ പറയുന്നു. ഞാൻ ഒരിക്കലും ആരോടൊരു ഓഫർ വയ്ക്കില്ല. സമീപിച്ചിരുന്നു, എന്നെ 1-2 പ്രാവശ്യം വിളിച്ചിരുന്നു. അത് പറയാൻ പറ്റില്ല, അത് ഞാൻ പറയില്ല. കാരണം എന്താ അറിയോ, അവരൊക്കെ വലിയ നേതാക്കൾ, എന്തിനാ ഞാൻ അവരൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അന്നും എന്റെ മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പ്രവർത്തനത്തിനൊന്നും പോയുമില്ല. പറഞ്ഞിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അവിടെ ഞാൻ പറഞ്ഞു, എന്നാലും അവർ ജയിക്കും, അവർ നല്ലൊരു സ്ത്രീയാണ്. പക്ഷെ അവരെ പോലും ഒതുക്കിയിടുകയാണ് ഇപ്പൊ. അങ്ങനെ അല്ല, കോടിയേരി എന്റെ ബന്ധുവാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ അദ്ദേഹം തന്നെ വിളിച്ചിട്ടില്ല. അത് പറയാൻ പറ്റില്ല, അത് പറയില്ല. കോളൊക്കെ വന്നിരുന്നു. എന്തായിരുന്നു അവർ മുന്നോട്ട് പറഞ്ഞിരുന്നത്? പത്മജ വരൂ എന്ന് പറയാനായിട്ട് മുന്നോട്ട് വെച്ചത് എന്തൊക്കെയാണ്? ഞാൻ എന്റെ ആവശ്യങ്ങളോ? അല്ലല്ല, അങ്ങനല്ല. പത്മജയ്ക്ക് തരാം അല്ലെങ്കിൽ വന്നാൽ ഞാൻ ഒരിക്കലും ബാർഗെയിൻ ചെയ്യുന്ന ആളല്ല. ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇവിടുത്തെ പത്രക്കാർക്ക് എന്നെ അറിയാം. ഞാൻ അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്ന ആളാന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? LDF-ൽ നിന്ന് തനിക്ക് ഓഫർ വന്നിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തുകയാണ് പത്മജ വേണുഗോപാൽ. മറ്റൊരു കാര്യം കൂടി പത്മജ വേണുഗോപാൽ ഇന്ന് തൃശ്ശൂരിൽ പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസവും അവർ പറഞ്ഞ കാര്യം തന്നെയാണ്. കോൺഗ്രസ് നേതാക്കൾ 22 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനായി കേരളത്തിൽ എത്തിയപ്പോൾ. പക്ഷേ തന്നെ പ്രിയങ്കയുടെ വാഹനത്തിൽ, പ്രചാരണ വാഹനത്തിൽ കയറാൻ സമ്മതിച്ചില്ല എന്നുള്ള കാര്യം പത്മജ ആവർത്തിക്കുന്നു. അത് അന്നത്തെ DCC പ്രസിഡന്റിനാണ് നൽകിയത്, MP വിൻസെന്റിനാണ് നൽകിയത്. പക്ഷേ ആ പണം എന്ത് ചെയ്തു എന്ന് തനിക്ക് അറിയില്ല എന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. പത്മജയുടെ വാക്കുകളിൽ എല്ലാം കൊണ്ട് ഞാൻ ആ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെന്റെ അടുത്ത് നിന്ന് 22 ലക്ഷം റുപ്യ വാങ്ങി. DC പ്രസിഡന്റ് അന്ന് വിൻസെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെന്ന്. KPC വന്നിട്ടുണ്ടല്ലോ പൈസ അറിഞ്ഞപ്പോ, എന്നാ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തമൊക്കെ ഞങ്ങളാരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി. ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടുന്നാ കയറണ്ടേ ചോദിച്ചപ്പോൾ ആ ചേച്ചി അവിടെ വന്നാൽ മതി, എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറും കേട്ടോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അറിയാം. അല്ലെങ്കിൽ ഞാൻ അവിടെ റോട്ടിലിറങ്ങി നിന്നേനെ എൻ്റെ സ്വഭാവത്തിന്. പക്ഷേ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ലോ പത്മജ ഔട്ട് പ്രതാപൻ ഇന്ന്, ഞാനല്ല എഴുതിയത്. ആ ഒരു അതില്ലെങ്കിൽ 22 ലക്ഷം രൂപ മേടിച്ചിട്ട് ചേച്ചി വണ്ടിയിൽ പോലും കയറ്റിയില്ല. അതൊക്കെ അവരോട് എഴുതണം. 22 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് DCC പ്രസിഡന്റ് MP വിൻസെന്റ് തന്നെ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം വാഹനത്തിൽ കയറാൻ പോലും അനുവദിച്ചില്ല എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ഇതിന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മറുപടി നൽകി. അസംബന്ധമായ കാര്യമാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ഇക്കാര്യം പത്മജ ഒരിക്കലും പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല 3 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ്. അത് ഇപ്പോൾ പത്മജ പറയുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്നും നുണയാണെന്നും VD സതീശൻ മറുപടി നൽകുന്നു. നമുക്ക് പാർട്ടി നേതൃത്വത്തിന് KPCC പ്രസിഡന്റിനോ എനിക്കോ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു വ്യാജ പരാതി ഉണ്ടാക്കുകയാണ്. ഞങ്ങളായാലും പരാതി തന്നിട്ടില്ല. ഞങ്ങളൊക്കെ നിരന്തരമായി അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആളല്ലേ. എല്ലാ ആഴ്ചയും വിളിക്കുകയും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്തല്ലേ. ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെ ഒരു പുതിയ പരാതി ഉണ്ടാവുന്നത്? പാർട്ടി മാറിക്കഴിഞ്ഞപ്പോൾ ഒരു അസംബന്ധമാണ്, അടിസ്ഥാനരഹിതമായ കാര്യം. 22 ലക്ഷം രൂപ നൽകിയെന്ന് പത്മജ വേണുഗോപാൽ പറയുന്നത് അന്നത്തെ DCC പ്രസിഡന്റിനായ MP വിൻസെന്റിനായിരുന്നു. വിൻസെന്റ് എന്നാൽ ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. വിൻസെന്റിനെതിരെ മറ്റൊരു കാര്യം കൂടി പത്മജ വേണുഗോപാൽ പറയുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ കാലുവാരി തോൽപ്പിച്ചു എന്നുള്ളതാണ്. ഇതിനും MP വിൻസെന്റ് മറുപടി നൽകുന്നു. 22 ലക്ഷം രൂപ വാങ്ങിയിട്ടില്ല എന്നാണ് വിൻസെന്റ് പറയുന്നത്.
അപ്പൊ ഈ 22 ലക്ഷം തന്നാ പിന്നെ എന്തിനാ KPCC കൊടുക്കണേ? 10 ലക്ഷം കാറി കയറ്റാൻ അത് ഞാനാണ് കൊടുക്കുന്നത്, അവരാണ് എനിക്കറിയാത്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇത്ര മരം മണ്ടിയാണോ പത്മജ? ഒരു കാറിൽ കയറാൻ 33 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം മരമണ്ടിയാണോ? 22 ലക്ഷം രൂപ ആരോപണം സംസ്ഥാന കോൺഗ്രസിലേക്ക് പുതിയൊരു വിവാദം എന്ന രീതിയിൽ കൊണ്ടിടുകയാണ് പത്മജ വേണുഗോപാൽ ചെയ്യുന്നത്. പക്ഷേ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിനു ശേഷമാണ് ഇക്കാര്യം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ തള്ളുന്നത്. അതേസമയം ആരോപണ വിധേയനായ MP വിൻസെന്റ് ഇങ്ങനെയൊരു പണ ഇടപാടിനെ കുറിച്ച് അങ്ങനെ ഒരു പണം ഇടപാട് നടന്നിട്ടില്ല എന്ന് നിഷേധിക്കുകയുമാണ്. എന്തായാലും കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തൃശൂരിൽ വാശിയോട് തന്നെ മുന്നോട്ട് പോവുകയാണ്. സുരേഷ് ഗോപിക്കായി പത്മജ വേണുഗോപാലും രംഗത്ത് എത്തുകയാണ്. VS സുനിൽകുമാറിന്റെ പ്രചാരണവും നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു. CB അനുമോദ് ചേരുന്നുണ്ട് തൃശൂരിൽ കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോൾ ഈ 22 ലക്ഷം രൂപ വിവാദം പ്രതിഫലിക്കുമോ? അതൊരു പ്രചാരണ വിഷയമായി മാറുമോ? അതോ പത്മജ പറഞ്ഞ ഒരു ആരോപണം അത് മറ്റൊരു പാർട്ടിയിലേക്ക് പോയപ്പോൾ പറയുന്ന പതിവ് ആരോപണങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണോ കോൺഗ്രസ് ചെയ്യുന്നത്? പത്മജ വേണുഗോപാൽ BJPയിലേക്ക് മാറിയതോടെ തന്നെ കോൺഗ്രസ് ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ വരും എന്ന് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അത് മുൻകൂട്ടി കണ്ടു തന്നെയാണ് കോൺഗ്രസ് കെ മുരളീധരനെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പത്മജയുടെ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ BJP വലിയ ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കും. ഒരുപക്ഷെ ഇടതുപക്ഷവും അത് കോൺഗ്രസിനെതിരെ വലിയ ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കെ മുരളീധരനെ മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടു തന്നെ കെ മുരളീധരനെ മുൻനിർത്തിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിരോധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് പാർട്ടി വിട്ടതിന് ശേഷമുള്ള ഒരു പ്രസ്താവനയായിട്ട് വേണം കാണാൻ എന്നായിരിക്കും കോൺഗ്രസ് ഇതിനെക്കുറിച്ച് പറയുക. അതായത് ഇത് അവർ വെറുതെ പറയുന്നു, നേരത്തെ വിൻസെന്റ് പറഞ്ഞതുപോലെ ഇത് വെറുതെ പറയുന്നതാണ് എന്ന തരത്തിൽ പ്രതിരോധിക്കുകയും ചെയ്യുക. പക്ഷേ ഇത് ഈ കെ മുരളീധരൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കെ മുരളീധരൻ ഇത്തവണ ജയിക്കില്ല എന്ന് പറയുന്ന പത്മജ കെ മുരളീധരനെ ജയിക്കാനുള്ള ജാതകവശാൽ ജയിക്കാനുള്ള ദോഷം സമയമായതുകൊണ്ട് ജയിക്കാനുള്ള സാധ്യതയില്ല എന്നൊക്കെയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ പത്മജ മുരളീധരനെതിരെ പ്രചാരണത്തിന് ഇറങ്ങും. ഇന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ കുറെ കൂടി വ്യക്തമായിട്ടും അല്ലെങ്കിൽ കുറെ കൂടി ആളുകളുടെ പേരുകൾ ഉൾപ്പെടുത്തിയൊക്കെ വരും ദിവസങ്ങളിൽ അവർ വെളിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഓരോ ദിവസവും പത്മജയ്ക്ക് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിപ്പെടും തൃശ്ശൂരിൽ എന്നതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനം കെ മുരളീധരൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. കാരണം കെ മുരളീധരനെ തൻ്റെ ഒപ്പമുള്ളവർ തോൽപ്പിക്കുമെന്നാണ് പത്മജ പറഞ്ഞിരിക്കുന്നത്. തനിക്കുണ്ടായത് അതേപോലെ തൻ്റെ ചേട്ടന് സംഭവിക്കും. ഒപ്പമുള്ളവർ തോൽപ്പിക്കുന്നവർ സ്വാഭാവികമായിട്ടും ഇക്കാര്യങ്ങളൊക്കെ സാമ്പത്തിക ആക്ഷേപമുണ്ട്, കാലുവാരലുണ്ട്. കോൺഗ്രസിൽ കാലങ്ങളായിട്ട് ഗ്രൂപ്പ് പോരിനെ തുടർന്ന് കെ കരുണാകരൻ വരെ തോറ്റ മണ്ണാണ് തൃശ്ശൂർ. അതേ ചരിത്രം ആവർത്തിക്കുമെന്നാണ് പത്മജ പറയുന്നത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ നേതാക്കന്മാർ ഇത് ആക്ഷേപമായിട്ട് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാണെങ്കിലും പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനം, കെ മുരളീധരൻ്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം, ഇതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ട്വിസ്റ്റുകൾ അങ്ങനെ തന്നെ നമുക്ക് പറയാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂരിൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. നിലവിലെ കോൺഗ്രസ് നേതൃത്വം ഈ ആക്ഷേപങ്ങളൊക്കെ തള്ളിക്കളയുമെങ്കിലും ഇതിനോട് ജനം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. മഞ്ജുഷ്. ശരി അനുമതി. എന്തായാലും പത്മജ വേണുഗോപാൽ ഇങ്ങനെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കും എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചതാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ വരുന്നുമുണ്ട്. അവർ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷേ ഈ 22 ലക്ഷം രൂപ ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. MP വിൻസെന്റ് ഇക്കാര്യം നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും. അതോടൊപ്പം തന്നെയാണ് പത്മജ വേണുഗോപാലിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേർന്ന ആ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പരാമർശം ഇത് വേണ്ടാത്തതായിപ്പോയി എന്നുള്ള കാര്യം കോൺഗ്രസിൽ നിന്ന് പോലും ചില നേതാക്കൾ പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ ഇത് ദുർവ്യാഖ്യാനം ചെയ്തതാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പറഞ്ഞത്. കരുണാകരനോടും കുടുംബത്തോടും എന്നും തനിക്ക് ആരാധനയായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. രാഹുലിന്റെ വാക്കുകളിലെ പത്മജയോട് പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? പലയിടത്തു നിന്നും വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അല്ല, അവര് അതിനെ വ്യാഖ്യാനിച്ചാണ് അത് കൂടിപ്പോകുന്നത്. എനിക്ക് ലീഡർ കെ കരുണാകരൻ, ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചാണ്. അത്രമാത്രം ആ മനുഷ്യന്റെ ചോരയാണ് കോൺഗ്രസ് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ മനുഷ്യനെ ഞാൻ അപമാനിക്കൂ, ആ മനുഷ്യന്റെ സഹധർമ്മിണിയെ ഞാൻ അപമാനിക്കൂ. അവരങ്ങനെയെങ്കിലും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്.
ഒരു ദിവസത്തെ തലക്കെട്ടിന് വേണ്ടിയിട്ട്. പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് ഒരു ദിവസത്തെ തലക്കെട്ടാണുള്ളത്. അത് പത്മജ വേണുഗോപാൽ മനസ്സിലാക്കണം. കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ പരാമർശത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. രമേശ് ചെന്നിത്തല മാത്രമാണല്ലോ ഇതിനെ എതിർത്തത്, ബാക്കിയുള്ള നേതാക്കൾക്കൊന്നും കെ കരുണാകരനോട് നന്ദിയില്ല എന്നുമായിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ. ഗണേശിന്റെ വാക്കുകൾ. തങ്കപ്പെട്ട സ്നേഹമാണ് പെരുമാറ്റം. അങ്ങനെയുള്ള നല്ല വ്യക്തികൾ അവരെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്? ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ 2 തന്തയുണ്ട് ഒരാൾക്ക്, ഒരച്ഛനല്ലേ ഉള്ളൂ. ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ? എനിക്ക് പറഞ്ഞുകൊണ്ട് വയ്ക്കുക. കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ. ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അയാളൊരു മറുപടി, രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത്. പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള പ്രവേശനം, അതേ തുടർന്നുള്ള തുടർ ചലനങ്ങൾ, പത്മജയുടെ വാക്കുകൾ, ഇതെല്ലാം രാഷ്ട്രീയ വിവാദമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ചൂടുപിടിക്കുകയാണ്. അതേസമയത്താണ് തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നത്. ഇതിന് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിലാണ്. ഇതേക്കുറിച്ചുള്ള വിവാദം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ രാജിയുടെ കാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ അരുൺ ഗോയലോ കേന്ദ്ര സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടുമില്ല. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിശ്ചയിക്കാനുള്ള യോഗം ഈ മാസം 14-നോ അല്ലെങ്കിൽ 15-നോ ചേരാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ വയനാട്ടിലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പാർട്ടി പ്രവർത്തകരുമായി കൂടിയാലോചന നടത്തുന്നതിന് വേണ്ടിയാണ് കെ.സി. വേണുഗോപാൽ വയനാട്ടിൽ എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഹൃദയപരമായ അടുപ്പമാണ് വയനാടിനോടുള്ളതെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അതുകൊണ്ട് കൂടിയാണ് ഇത്തവണയും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തെരഞ്ഞെടുത്തത്. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ CPI ആണ് മാറി നിൽക്കേണ്ടതെന്നും കെ.സി. വേണുഗോപാൽ വയനാട്ടിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. രാഹുൽ ഗാന്ധി ഇവിടെ പുതുതായിട്ട് വന്ന് മത്സരിക്കുന്നതല്ലല്ലോ. അദ്ദേഹം ഇവിടുത്തെ പാർലമെന്റ് മെമ്പറല്ലേ. ഇവിടുത്തെ പാർലമെന്റ് മെമ്പറിൽ ജനങ്ങൾ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ഒരു പാർലമെന്റ് അംഗമെന്നത് ഇവിടുത്തെ ജനങ്ങളോട് ഹൃദയപരമായ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. വയനാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവർക്കുടെ ജനപ്രതിനിധിയായിട്ട് രാഹുൽ ഗാന്ധി വീണ്ടും വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പരമാവധി മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനും അറിയാം അവർ തമ്മിലുള്ള ഒരു ഹൃദയ അടുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് മത്സരിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ LDFന്റെ വോട്ട് എത്രയായിരുന്നു സുഹൃത്ത്? ഈ മണ്ഡലത്തിൽ UDFന്റെ വോട്ട് എത്രയായിരുന്നു? അപ്പോൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മത്സരമാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ മാറ്റിവെച്ചത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇന്ത്യ മുന്നണി ശക്തമാകണമെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം വയനാട് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ മത്സരിക്കുന്നില്ല. കാരണം അവർ ഒരു ഇഞ്ചോടിഞ്ച് പോരാടിയൊരു മണ്ഡലമൊന്നും അല്ലല്ലോ വയനാട്. അതിന് പകരം ഈ ഒരു പ്രചരണം നടത്തുന്നതിനകത്ത് സ്ഥാനമില്ല. തിരുവനന്തപുരത്ത് ശശി തരൂർ എത്തി. ശശി തരൂരിന് ഇത്തവണ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് വലിയ ആവേശം കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോഡ് ഷോ പോലും ഇതുവരെ തിരുവനന്തപുരം നഗരത്തിൽ ശശി തരൂർ നടത്താത്തത് എന്ന രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇതിന് തരൂർ മറുപടി നൽകുകയാണ്. ജനസമ്പർക്കം എല്ലാ സമയത്തും തിരുവനന്തപുരവുമായി നടത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു റോഡ് ഷോയുടെ ആവശ്യമില്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. തരൂരിന്റെ വാക്കുകൾ. എങ്ങനെയാണ് പ്രചാരണം? എങ്ങനെയാണ് ഇന്ന്? അല്ല, ഇന്ന് നിങ്ങൾ ആദ്യം നമ്മുടെ DCC മീറ്റിംഗ് ഉണ്ട്, അതിനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങിയിട്ട് നോക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇവിടുത്തെ MP കാരണം എനിക്ക് പല ചുമതലയുണ്ട്. ഞങ്ങളിത് ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം, മറ്റുള്ളവരും റോഡ് ഷോ ഉണ്ട്, മറ്റു തരത്തിലൊരു വൈബ്രന്റ് ആയിട്ടുള്ള പ്രചാരണ ശൈലികളിലേക്ക് അവർക്ക് ജനങ്ങളുടെ പരിചയമില്ലാത്ത കാരണം അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ആവശ്യമുണ്ട്. ഞാൻ ഈ നാടിന്റെ ഒരു മകനായി നിൽക്കുകയാണ് 15 വർഷമായിട്ട്. ഇതെന്റെ കർമ്മഭൂമിയാണ്, എന്റെ ജീവിതഭൂമിയും കൂടിയാണ് എന്താ പറയുക. അതുകൊണ്ട് ആൾക്കാർക്ക് തന്നെ അങ്ങനെയായിട്ടൊരു പരിചയം നടത്താൻ ആവശ്യമില്ല. പക്ഷേ വന്ന ഓരോരോ വിഷയങ്ങളെ കണ്ട് രാവിലെ മുതൽക്ക് തന്നെ നമ്മൾ ഓരോ ആൾക്കാരെ കണ്ടിട്ട് അവരുടെ വിഷയങ്ങളൊക്കെ നമ്മൾ മാറ്റാനുള്ള ശ്രമത്തിലാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ആൾക്കാരിങ്ങനെ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് നെയ്യാറ്റിൻകരയിലും പാറശാലയിലും MP ആയി ചെയ്ത പല പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ പൂർത്തിയാക്കാനാണ് പോകുന്നത്. MP ഫണ്ട് കൊടുത്തിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത് പ്രചരണമാണോ അതോ ഇത് MP യുടെ ജോലി ചെയ്യണതാണോ എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്നലെ രാത്രി നമ്മൾ പാറശാലയത്ത് പുളിയോടിലൊരു ഒരു പള്ളിയിൽ ഉത്സവമായിരുന്നു. അവിടെ പോയി അവരെല്ലാവരും സ്നേഹമാനുഭവിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോയി ഹൈമാസ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എത്തുമ്പോഴേക്കും 12 മണി കഴിഞ്ഞു രാത്രി.
അങ്ങനെയുള്ള പ്രവർത്തനമാണ് ഞാൻ 15 വർഷമായി ചെയ്യുന്നത് ഇവിടെ ഉള്ളപ്പോൾ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇനി പുതുമയുടെ ഒന്നും ആവശ്യമില്ല എന്നാണ്. അതാണ് എന്റെ വിശ്വാസം. പക്ഷെ എന്തായാലും പ്രചരണം വരുമ്പോൾ പ്രചരണത്തിന്റെ രീതിയുള്ള കാര്യങ്ങളും ചെയ്യും. നമ്മൾ പര്യടനം ഉണ്ടാവും, നമ്മൾ റോഡ് ഷോ ഉണ്ടാവും, നമ്മളെല്ലാം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, ആ ഉത്തരവാദിത്തത്തെ പൂർത്തിയാക്കട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി. താങ്ക് യു. KC വേണുഗോപാൽ കൂടി വന്നതോടെ ആലപ്പുഴയുടെ പ്രചാരണ രീതി തന്നെ മാറുകയാണ്. AM ആരിഫ് കൂടുതൽ ശക്തമായിട്ട് പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. ഇപ്പോൾ തനിക്കെതിരെ വർഗീയമായ ചില പരാമർശങ്ങൾ നടക്കുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുകയാണ് AM ആരിഫ്. BJPയും കോൺഗ്രസും ഇതിന് പിന്നിൽ ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും AM ആരിഫ് പറയുന്നു. ചില ചിത്രങ്ങൾ തനിക്കെതിരെ ഈ വർഗീയ പ്രചാരണം നടത്തുന്നവർ ഉപയോഗിക്കുന്നുവെന്നാണ് ന്യൂസ് 18 കേരളത്തോട് AM ആരിഫ് പറഞ്ഞത്. വർഗീയമായി ആക്രമിക്കുക. ഞാൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ വന്നല്ലേ, തല്ലുകൊണ്ട് അടികൊണ്ട് ജയിലിൽ കിടന്ന് ഒക്കെ വളർന്നു വന്നല്ല, അതായത് ആകാശത്ത് കെട്ടിറക്കിയതാണോ? അത് ഒരു ഇടതുപക്ഷ നേതാവിന് ഒരു വർഗീയ മുഖം ഉണ്ടാക്കാനായി ബോധപൂർവ്വം ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ്. അത് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയായി തന്നെ BJPയും കോൺഗ്രസും എടുത്തിരിക്കുന്നത് എൻ്റെ ഈ പ്രസ്താവന 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പറഞ്ഞതിന് കട്ട് ചെയ്ത് അവരുപയോഗിച്ചപ്പോട്ടെ. BJP അത് അങ്ങനെയാണ്. BJPയുടെ പൊളിറ്റിക്സ് എന്നതാണ്, വർഗീയ രാഷ്ട്രീയമാണ്. അവരത് ഉപയോഗിച്ചോട്ടെ. കോൺഗ്രസ്സുകാരത് പിന്തുടരാവോ? അതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും? BJPക്ക് കിട്ടും. അതാ. അപ്പൊ അതൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്, വളരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. നമ്മളൊരിക്കലും ഒരു എല്ലാ മതം ഇപ്പോൾ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു. നമ്മൾ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ അവിടെ വോട്ട് പിടിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അവിടെ പൂജാരിയായിട്ട് ഇരിക്കുന്നൊരു പഴയ എൽസിയോംബ്ര ക്ഷേത്രത്തിൻ്റെ നടയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാസകാവ്യോ വാ വാ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം കഴുത്തിലിട്ട മുല്ലപ്പൂമാല ഞാൻ ഊരിയില്ല. അങ്ങോട്ട് ചെന്നപ്പോൾ ഇദ്ദേഹം ജയിച്ചു വരും ഉറപ്പ് എന്നും പറഞ്ഞ് ഒരിതിട്ടു. നമ്മളിതൊന്നും തടയാനോ പിടിക്കാനോ ഒന്നും പറയത്തില്ലല്ലോ. സ്വാഭാവികമായി എല്ലാ മതങ്ങളെയും നമ്മൾ വിശ്വസിക്കുന്നതാണ്. എല്ലാ മതങ്ങളുടെയും ഞാൻ പോയിട്ടുള്ള അത്ര ക്ഷേത്രങ്ങളിൽ ഒട്ടുമിക്ക ഹിന്ദുക്കളും പോയിട്ടില്ല. ഹരിദ്വാർ, ഋഷികേശ് എല്ലാം പോയിട്ടുണ്ട്. ഞാൻ മക്ക, മദീന എല്ലാം പോയിട്ടുണ്ട്. സെൻറ്റ് പോൾസ് കത്തീഡ്രൽ പോയിട്ടുണ്ട് ലണ്ടനിൽ. നമ്മളെല്ലാ ദേവാലയങ്ങളും പോകും, എല്ലാ സ്ഥലത്തും പോകും, എല്ലാം ബഹുമാനിക്കും. അപ്പോൾ മാതാ അമൃതാനന്ദ മൈമ്പടത്തിൽ പോയിട്ടുണ്ട്, മണ്ണാർശാലയിൽ പോയിട്ടുണ്ട്. എല്ലാ മുസ്ലിം ഇവിടെയുള്ള എല്ലാ മുസ്ലിം പള്ളികളിലെയും വിവിധ ആഘോഷ പരിപാടികളെല്ലാം ക്ഷണിക്കാറുണ്ട്. ഞാൻ നോമ്പനുഷ്ഠിക്കും, എല്ലാം ചെയ്യുന്ന ആളാണ്. വെള്ളിയാഴ്ച ദിവസങ്ങൾ പള്ളിയിൽ പോകുന്ന ആളാണ്. ഇതെല്ലാം ഉണ്ട്. ഞാൻ കുറി തൊട്ടത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഈ മണ്ഡലത്തിലെ ഇനി ഒരു മുസ്ലിം പേരുകാരനുണ്ടോ അവർ കാണാൻ വേറെ ആരും ബാക്കിയില്ല. അത്ര രൂപത്തിലാണ് കോൺഗ്രസ് പ്രചരണം നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ വേരും നെറിയുമുള്ളൊരു പൊളിറ്റിക്സാണ്. ഞാൻ ഇപ്പോൾ ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വീടുകളിൽ എത്തിക്കുകയാണ്. ഞാൻ ബഹുദൈവ ആരാധകനാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഏതാ അത്തരത്തിലുള്ള അതാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങളിൽ നിന്നും അടക്കം അത്തരം വിമർശനങ്ങൾ പറയാത്ത വാചകങ്ങളെ വെട്ടിമുറിച്ച് നടത്തിയെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ വർഗീയ പ്രചരണത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ. എനിക്കിതിലൊന്നും ഞാൻ വിഷമമുണ്ടെങ്കിൽ പോലും ഞാനത് രാഷ്ട്രീയം കൊണ്ട് കരിച്ചിലെ ഞാൻ 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇതുപോലെ ഒരു ആഘോഷ ചടങ്ങിൽ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അമ്പലത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ചെണ്ടയും കൂട്ടി വരുന്നത്. ഇദ്ദേഹം എന്നെ കണ്ട സന്തോഷത്തിന് ഈ ചെണ്ട എടുത്ത് എൻ്റെ കഴുത്തിലോട്ട് ഇട്ടു. എൻ്റെ കോലിക്ക് നിന്നു. ഞാൻ ചെണ്ട കൊട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ഈ കളറെല്ലാം കൂടെ വാരി എൻ്റെ മുഖത്തെറിഞ്ഞ് ഇതുണ്ടല്ലോ അങ്ങനെ ഹോളി ആഘോഷം പോലെ എല്ലാം കൂടി ഇട്ട് ഞാൻ ഈ കളറും ഒക്കെ ഇട്ട് ഈ ചെണ്ടയും കൊട്ടി അമ്പലത്തിൽ കൂടെ നടക്കുന്ന പടം എടുക്കും. ആ പടം അന്നത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പടമായിട്ടൊരു ആപ്പിൾ ഫോൺ കിട്ടിയ ഫോട്ടോഗ്രാഫർക്ക് ഒരു മനോരമ നടത്തിയ മത്സരത്തിൽ ഏറ്റവും നല്ല ഫോട്ടോ അതവൻ കൊണ്ടുപോയി. ചീത്ത മുഴുവൻ ഞാനും പിടിച്ചു. ഇത് വെച്ചിട്ട് നേരെ മുസ്ലിം പള്ളികളിൽ കംപ്ലീറ്റ് അമ്പലത്തിൽ ചെണ്ട കൊട്ടുന്ന ആരിഫ് എന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഇങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എന്താ സ്ഥിതി? 39,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. റെക്കോർഡ് ഭൂരിപക്ഷം. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ പറഞ്ഞ രീതിയിൽ വർഗീയമായി പ്രചരണങ്ങളിലേക്ക് പോകാതെ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയം കൊണ്ട് നേരിടാനുള്ള ഒരു ബോധം എല്ലാവരും കാണിക്കണം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കണമെന്നാണ് എമാരിഫ് പറയുന്നത്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇത്തവണയും ആരംഭിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പലയിടങ്ങളിലും തന്റെ ഫോട്ടോകളടക്കം തെറ്റായി പ്രചരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും ആലപ്പുഴ ഇത്തവണ വലിയൊരു മത്സരമാണ്. ആ മത്സരത്തിൽ വർഗീയത ഒരു പ്രധാന ഘടകമായി മാറാതിരിക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്. അത്തരത്തിൽ നല്ലൊരു രാഷ്ട്രീയം, നല്ലൊരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ എന്നുള്ളത്. എന്തായാലും എല്ലാവിധ ആശംസകളും. ആലപ്പുഴയിൽ തനിക്കെതിരെ വർഗീയമായ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്, വർഗീയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം പറയുകയാണ് AM ആരിഫ്.
വടകരയിലേക്ക് പോകാം. വടകരയിൽ ഷാഫി പറമ്പിൽ എത്തിയതോടുകൂടി മത്സരം ആവേശകരമായി മാറിയിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ ടി.പി. ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തി. ഇന്ന് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഷാഫി പറമ്പിൽ ന്യൂസ് 18 കേരളവുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർപ്രൈസ് എൻട്രി ഒപ്പം സർപ്രൈസ് സ്ഥാനാർത്ഥിയും വടകരയിൽ വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിന് യോജിക്കുന്ന രീതിയിലുള്ളൊരു സ്വീകരണമാണ് നൽകിയത്. എങ്ങനെ കാണുന്നു ഇന്നലെ പാലക്കാട്ടുകാരുടെ യാത്രയപ്പും വടകരക്കാരുടെ സ്വീകരണവും? രണ്ടിനെയും ഒറ്റവാചകത്തിൽ പറയാനാണെങ്കിൽ ഹൃദയത്തിൽ തട്ടിയായിരുന്നു. അവിടുന്ന് യാത്രയപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്കണക്ഷൻ അല്ല, ഒരിക്കലും പോയി ജയിച്ചു വരാൻ വേണ്ടി എന്നെ അയച്ചതാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഏറ്റെടുക്കും, ജയിപ്പിക്കുമെന്നുള്ള ഉറപ്പോടു കൂടിയാണ് വടകര സ്വീകരിച്ചത്. രണ്ടും ഹൃദയത്തിൽ തട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അതെൻ്റെയും ഹൃദയത്തിൽ തട്ടിയായിരിക്കും. വടകര എനിക്കൊരു അവസരം തരാണെങ്കിൽ അതിൻ്റെ പേരിൽ അവർ ഖേദിക്കേണ്ടി വരില്ല. ഈ നാടിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന്, പുരോഗമനത്തിന്, അടുത്ത തലമുറ എങ്ങനെയാണ് വടകരയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഫെസിലിറ്റീസ് ഒരുക്കുന്ന കാര്യത്തിൽ മുന്നിൽ തന്നെ നിൽക്കും. ഈ സാധാരണ MLA-മാരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കരയാറില്ല. സ്കൂളിൽ നിന്ന് അധ്യാപകർ പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കരച്ചിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കണ്ടു ഉമ്മൻചാണ്ടി സാറ് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന്, തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് കണ്ടപ്പോൾ വീടിനൊക്കെ അടുത്ത് വന്ന ആളുകൾ കരഞ്ഞു നിലവിളിക്കുന്നത്. ഏതാണ്ട് അതിനൊരു സമാനമായിരുന്നല്ലോ ഈ അമ്മമാരൊക്കെ വന്ന് കരയുന്നത്. ഉമ്മൻചാണ്ടി സാറുമായിട്ട് ആർക്കും കമ്പാരിസൺ ഇല്ല. അങ്ങനെ ഞങ്ങൾക്കൊരു സ്വപ്നം പോലെ അത്രയും അകലത്തിലാണ്. പക്ഷെ അത് എൻ്റെ പ്രത്യേകതയല്ല, പാലക്കാട്ടെ ജനങ്ങളുടെ സ്നേഹമാണത്. അവർക്ക് അത്രയും ഇഷ്ടം അവർ തന്നിട്ടുണ്ട്, അത്രയും സ്നേഹം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ വന്ന ആൾക്കാർക്ക് മുഴുവൻ വ്യക്തിപരമായിട്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടോ ഉപകാരം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അവിടെ പ്രവർത്തിക്കുന്നതിനിടയിലുള്ള കണ്ടുമുട്ടലുകളും കൂടിക്കാഴ്ചകളും അതൊക്കെയായിട്ട് ഇങ്ങനെ സമയം കൊണ്ട് ഡെവലപ്പായിട്ടുള്ള വന്നിട്ടുള്ള ഒരു ആത്മബന്ധമാണ്. അപ്പം പെട്ടെന്ന് വടകര പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചിട്ട് എന്നോട് സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഞാൻ അവിടെ പോയാൽ ജയിക്കുമോ, ഞാൻ അവിടെ ആരാ മത്സരിക്കുന്നത്, അതൊന്നും ഓർത്തിട്ടല്ല നമുക്ക് ആശങ്ക വരുന്നത്. അങ്ങനെ ആരൊക്കെയോ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതല്ല, അത്തരം പേടികളില്ല. ജയിക്കാൻ തന്നെയാണ് വരുന്നത്, ജയിക്കുകയും ചെയ്യും ജനങ്ങൾ വിചാരിച്ച. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താ, അയ്യോ ഞാൻ പാലക്കാട് നിന്ന് പോവാണോ എന്നുള്ളൊരു ആശങ്ക പെട്ടെന്ന് വരും. അപ്പോൾ അത് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കും വരും. അത് അവരുടെ സ്നേഹമാണ്. ജയിക്കാൻ കഴിയും. രണ്ടുപേരുടെയും പിന്തുണ എനിക്കുണ്ടാവും. പാലക്കാടിൻ്റെ പ്രാർത്ഥനയുണ്ടാവും, വടകരയുടെ സ്നേഹവും പിന്തുണയുണ്ടാവും. ഇന്നലെ MK രാഘവൻ പറഞ്ഞത് രാത്രി 11:30 അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞ 1 മണിക്കെന്നാണ് എന്നെ വിളിച്ച് കരഞ്ഞു. എങ്ങനെയും ഡൽഹിയിലുള്ളവരോടൊന്നും പറയണം, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. അങ്ങനെ ഒരു തോന്നലാണോ ആദ്യം? അല്ല, ഞാനത് എനിക്ക് അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ കൊണ്ടൊന്നുമല്ല. ഞാൻ ASU പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് പോയി മത്സരിക്കാനുണ്ടായ സാഹചര്യമൊക്കെ ഓർമ്മയില്ലേ? എന്നെ സ്വീകരിക്കാൻ വന്ന പ്രകടനത്തിന് 200 ആളും അന്ന് അതിനെതിരായിട്ട് 700 ആൾ വേറെ പ്രകടനം അപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും അങ്ങനെ ഭയപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളൊന്നും ആയിട്ടല്ല ഞങ്ങളെയൊന്നും പാർട്ടി വളർത്തിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് വരുന്ന ആശങ്ക, ഞാൻ പാലക്കാട് നിന്ന് പോവാണെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ലല്ലോ. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് രാഘവട്ടനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാഘവട്ടൻ ഞാൻ എങ്ങനെ പാലക്കാട് നിന്ന് പോര്, എനിക്കിവിടെ ഞാനിത് ഇവിടുത്തെ ആൾക്കാരോട് ആരോടും പറഞ്ഞിട്ടില്ല, എനിക്ക് അത് ഭയങ്കര പ്രയാസവും, അവർക്കും പ്രയാസവും എനിക്കും പ്രയാസമാവും. അപ്പോൾ നമുക്കും കുറച്ചും കൂടെ മെച്ചപ്പെട്ട കാൻഡിഡേറ്റിനൊക്കെ അവിടെ കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോഴാണ് രാഘവട്ടൻ പറഞ്ഞു, നീ ഇവിടെ വരണം, പിന്നെ നീ ഇവിടെ ജയിക്കും തന്നെ അവർ കാത്തിരിക്കുകയാണ്, നിനക്ക് വടകരക്കാരെ അറിയാഞ്ഞിട്ടാണ്, നിനക്ക് പാലക്കാട്ടുകാർ തരുന്ന പോലെ തന്നെ സ്നേഹം അവരും തരും, ധൈര്യമായിട്ട് കയറിപ്പോരെ എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് വിളിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആശങ്ക അറിയിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, പാലക്കാട് നിന്ന് പെട്ടെന്ന് ഞാൻ പോവാന്ന് പറയുമ്പം, അത് പെട്ടെന്ന് ആദ്യമായിട്ട് എന്നോട് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഫോണിൽ വിളിച്ചിട്ട് നാളെ വടകരയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുക എന്ന് ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞാലുള്ള പെട്ടെന്നുണ്ടാവുന്ന മാനസികാവസ്ഥ എന്താ, എനിക്ക് നാളെ MP ആവാലോ, അല്ലെങ്കിൽ അവിടെ അതൊന്നും അല്ലല്ലോ ആലോചിക്കുക. നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനതയിൽ നിന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ ഒരു ആത്മബന്ധവും സ്നേഹവും ഇല്ലെങ്കിൽ ഇവരും എന്നെ വിശ്വസിക്കൂ. പാലക്കാട് നൽകിയ സ്നേഹം വടകരയും തുടരുമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. തിരക്കിട്ട ദിനത്തിലേക്ക് അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. തിരക്കിട്ട പരിപാടികളാണ് മണ്ഡലത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷ മുരളീധരന്റെ തുടർച്ച മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വടകര മണ്ഡലത്തിലെ പ്രധാനിയായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വീട്ടിലെത്തി കണ്ടു ഇന്ന് രാവിലെ ഷാഫി പറമ്പിൽ. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഷാഫി പറമ്പിലിന്റെ വിജയത്തിന്. താൻ ഉഴുതുമറിച്ച ഒരു മണ്ണാണ് വടകരയെന്നും ഇവിടെ UDF തിളക്കമാർന്ന വിജയം നേടുമെന്നുമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. പ്രതീക്ഷ മാത്രമല്ല, ഇവിടെ റെക്കോർഡ് വിജയം ഉണ്ടാകും. ഈ നിയോജകമണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിന് വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ പ്രകടനം. അത്രയും ആവേശ പ്രകടനം ഉണ്ടായിരുന്നു. ഗൗരവമുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു എത്ര ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പഴുത്തേല നോക്കൂ, ഇവിടെ ഒരു പ്ലാവുണ്ട്, അതിൽ പഴുത്തേല മുഴുവൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക.
പ്ലാവ് നല്ല ശക്തിയായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയല്ലേ പ്ലാവ്. വി ആർ മിസ്റ്റേക്കൺ. ഷാഫി പറമ്പിൽ വടകരയിലാണ് ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം നാദാപുരം മണ്ഡലത്തിലാണ് ഇന്ന് കെ ശൈലജ LDF സ്ഥാനാർത്ഥി ഉള്ളത്. പ്രഫുൽ കൃഷ്ണയും പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ്. BJPയുടെ പ്രഫുൽ കൃഷ്ണയും പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വടകരയിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്തായാലും ഷാഫി വന്നതോടുകൂടി പ്രതീക്ഷിച്ചതാണ് മത്സരം കടുക്കും എന്ന്. പക്ഷേ ഇതിനകം തന്നെ കെ ശൈലജ പ്രചാരണം എല്ലായിടത്തേക്കും വ്യാപിപ്പിച്ച് കഴിഞ്ഞിരുന്നുവല്ലോ. എങ്ങനെയാണ് ഇപ്പോൾ വടകരയിൽ ഇന്നത്തെ പ്രചാരണത്തിന്റെ ആ ഒരു രീതി എങ്ങനെയാണ്? തീർച്ചയായും മലബാർ മേഖലയിലെ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലമായി ഇപ്പോൾ വടകര മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം നേരത്തെ മുരളീധരനും ശൈലജ ടീച്ചറുമായിരുന്നപ്പോഴും വലിയ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം സ്ഥാനാർത്ഥിയിൽ മാറ്റമുണ്ടായി സർപ്രൈസ് എൻട്രിയായി ഷാഫി പറമ്പിൽ എത്തിയപ്പോൾ വീണ്ടും കുറച്ചുകൂടി കടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഷാഫിയുടെ മണ്ഡലത്തെ ഇളക്കിമറിച്ചുള്ള വരവ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം 2.5-3 മണിക്കൂറോളമാണ് വടകര പട്ടണം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായത്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും യൂത്ത് ലീഗിന്റെയും MSFന്റെയും ഒക്കെ പ്രവർത്തകർ വളരെ ആവേശപൂർവ്വമാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ തുടക്കം കുറിക്കുന്ന ആ റോഡ് ഷോയിൽ പങ്കെടുത്തത്, കൺവെൻഷനിൽ പങ്കെടുത്തത്. നേതാക്കളുടെ ഒരു വലിയ നിര അവിടേക്ക് ഒഴുകിയെത്തുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ ഇന്ന് ആദ്യം തന്നെ അദ്ദേഹം വടകരയുടെ വികാരമായ ഉഞ്ചിയത്തെ TP ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയാണ് ഔദ്യോഗികമായി പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടത്. TPയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി, രമയുമായി ആശയവിനിമയം നടത്തി, RMP പ്രവർത്തകരുടെ അഭിവാദ്യങ്ങളൊക്കെ സ്വീകരിച്ചു. അതിനുശേഷം നേരെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വീട്ടിലേക്കാണ്, മുൻ MP കേന്ദ്രമന്ത്രിയുമൊക്കെയായ വടകരയുടെ ദീർഘനാളത്തെ ജനപ്രതിനിധിയായ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോയത്. എന്തായാലും വളരെ തന്ത്രജ്ഞതയോടുകൂടി തന്നെ ഏറ്റവും മുതിർന്നയാളെ തന്നെ ആദ്യം കയ്യിലെടുക്കുന്ന ഒരു കർമ്മകുശലതയാണ് ഷാഫി ഇവിടെ കാണിക്കുന്നത്. എന്തായാലും അദ്ദേഹം തന്റെ എല്ലാ പിന്തുണകളും ഉറപ്പുവരുത്തിയിരിക്കുന്നു. LDFിൽ നിന്നും അല്ലെങ്കിൽ CPMൽ നിന്നും മണ്ഡലം ഏറ്റെടുത്തത് മുല്ലപ്പള്ളിയാണ്. താൻ ഉഴുതുമറിച്ച മണ്ണിലേക്കാണ് ഇപ്പോൾ UDF വിത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. എന്തായാലും തനിക്കാണ് ഈ മണ്ഡലം കോട്ട പൊളിച്ചതിന്റെ പിതൃത്വമുള്ളത് എന്ന ഭംഗ്യന്തരാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചില ആളുകളുടെ വീടുകൾ സന്ദർശിക്കുകയാണ് ഷാഫി. വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം പാലക്കാട്ടെ ഇന്ന് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ നടക്കുന്നു. ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനായി പോവും. അതിനുശേഷം നാളെ മുതൽ വീണ്ടും മണ്ഡലത്തിൽ സജീവമാവും. മറുവശത്ത് ഒരു വള്ളപ്പാട് അകലെയാണ് ഇപ്പോൾ ശൈലജ ടീച്ചർ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം എല്ലായിടത്തെയും എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. പലയിടങ്ങളിലും കുടുംബയോഗങ്ങൾ ഏതാണ്ട് പാതി വഴിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം പ്രധാനപ്പെട്ട ഇടങ്ങളിൽ കല്ലാച്ചി ഗവൺമെന്റ് കോളേജ് പോലെയുള്ള ഇടങ്ങൾ, പ്രധാന വ്യക്തിത്വങ്ങളുടെ വീടുകൾ എന്നിവ ഓരോ മണ്ഡലം തിരിച്ചാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാദാപുരം മണ്ഡലത്തിലാണ് രാവിലെ മുതൽ തന്നെ ടീച്ചർ ഉള്ളത്. വലിയ ആവേശം ഈ ഇടത് ക്യാമ്പിലും ദൃശ്യമാണ്. കാരണം പ്രത്യേകിച്ചും സ്ത്രീകൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ ഭാഗത്തു നിന്നുമാണ് വലിയ സ്വീകരണം. സ്ത്രീകൾക്ക് വലിയ ആവേശമായിട്ടുണ്ട് ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിത്വം. എന്തായാലും ഈ വടകര മണ്ഡലം കൂടി ഉൾപ്പെടുന്ന കൂത്തുപറമ്പിലെ ജനപ്രതിനിധിയായിരുന്നു അവർ. കണ്ണൂർ മണ്ഡലത്തിലെ തലശ്ശേരി അടക്കമുള്ള ഇടങ്ങൾ കൂടി ഈ ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. ഈ കുറ്റ്യാടി പോലെയുള്ള ഇടങ്ങൾ, കൊയിലാണ്ടി പോലുള്ള ഇടങ്ങളൊക്കെ ഇടത് പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളാണ്. അതുകൊണ്ട് 2-3 തവണ മണ്ഡലം നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും. TP വാദമടക്കമുള്ള പ്രശ്നങ്ങൾ ശൈലജ ടീച്ചറെ കാര്യമായി ബാധിക്കില്ല. ഒപ്പം നിപ്പ കാലത്തും കോവിഡ് കാലത്തുമൊക്കെ ഈ മണ്ഡലത്തിലുടനീളം നേരിട്ട് ആളുകളുമായി നടത്തിയ ആശയവിനിമയം നടത്തിയുള്ള പരിപാടികൾ അല്ലെങ്കിൽ ആ പ്രതിസന്ധി അതിജീവിച്ച തഴക്കവും പഴക്കവും ഒക്കെ ഈ മേഖലകളിൽ വോട്ടായി മാറും. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരെയൊക്കെ പലരെയും നേരിട്ട് പരിചയമുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രഫുൽ കൃഷ്ണ ഇന്ന് NDA ക്യാമ്പിൽ സംബന്ധിച്ചിടത്തോളം അവർ മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. രാവിലെ 10:30 പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. അതിനുശേഷം റോഡ് ഷോകൾ നടത്തി. അത്തരത്തിലാണ് ഈ 3 ക്യാമ്പും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. മലബാറിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന വടകരയുടെ വിശേഷങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. ഷാഫി പറമ്പിൽ ഇന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിഫലിക്കും വടകരയിൽ എന്ന് പറയുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കെ ശൈലജ. അവർ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് മട്ടന്നൂരിലാണ് നടക്കാൻ പോകുന്നത്, അല്ലാതെ പാലക്കാട് അല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നാണ് ശൈലജയുടെ വാക്കുകൾ. വളരെ വളരെ നല്ല പ്രതീക്ഷയാണ്. മണ്ഡലത്തിലെ ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം അത് എനിക്ക് വളരെ സന്തോഷപ്രദമായിട്ടാണ് തോന്നുന്നത്. കാരണം ഏത് മേഖലയിൽ ചെന്നാലും അവരെ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ടീച്ചർ ഇവിടെ ഈ ആശുപത്രി ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്.
അല്ലെങ്കിൽ ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ വികസനത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയി, കാരണം കേരളത്തിലുടനീളം ചെയ്തതാണല്ലോ. പക്ഷേ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ജനങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള പ്രതികരണമുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ചെയ്തത്. അതിപ്പോൾ ആളുകൾ ഓർമ്മിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, ഈ പറഞ്ഞ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും നോക്കിയില്ല. എവിടെ നിന്ന് വിളി വന്നാലും അതിൽ പ്രതികരിച്ചുകൊണ്ട് അതിലിടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു. അതിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഒരു സന്തോഷവും സംതൃപ്തിയാണ് എനിക്ക് നൽകുന്നത്. കൂടാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം അതുതന്നെയാണ് നമ്മൾ നടപ്പിലാക്കിയത്. LDF എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ഒറ്റക്കെട്ടായി ജനങ്ങളുടെ മുമ്പാകെ ചെല്ലുമ്പോൾ ജനങ്ങളിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് സ്നേഹമാണ് എന്നുള്ളത് സന്തോഷത്തോടെ പറയുന്നു. അതെല്ലാം വോട്ടായിട്ട് വരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തോടെ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ എനിക്ക് കഴിയും എന്ന നല്ല പ്രതീക്ഷയുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാതെ അവരുടെ കൂടെ നിൽക്കുന്ന MP ആയി ഇവിടെ ഉണ്ടാകും. ഇതിൻ്റെ ഒരു ഭാഗം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഞാൻ നേരത്തെ MLA ആയ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ MLA ആയ കൂത്തുപറമ്പ് മണ്ഡലമടക്കം ഈ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വീണ്ടും ഇവിടെ MP ആയിട്ട് വന്നാൽ, ജനപ്രതിനിധിയായിട്ട് വന്നാൽ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് KK ശൈലജ ഇന്ന് നാദാപുരത്താണ് പ്രചാരണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ നേതാവായ ഷമാ മുഹമ്മദ് തനിക്ക് സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയത്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല കോൺഗ്രസിൽ എന്ന ആരോപണമാണ് ഷമാ മുഹമ്മദ് ഉന്നയിച്ചത്. അതിന് K സുധാകരൻ നൽകിയ മറുപടി അത് അപ്രതീക്ഷിതമായിരുന്നു. ഷമാ മുഹമ്മദ് കോൺഗ്രസിൽ ആരുമല്ല എന്നുള്ള കാര്യം K സുധാകരൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് VD സതീശൻ പറഞ്ഞത് ഷമാ മുഹമ്മദ് ഇനി ഇതേക്കുറിച്ച് പരസ്യമായ പ്രതികരണം നടത്തില്ല. താൻ ഷമാ മുഹമ്മദുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. അങ്ങനെ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലായിട്ട് നൽകുവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അത് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതിനപ്പുറമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. ഭാവിയിൽ പക്ഷേ ഇക്കാര്യങ്ങൾ ആലോചിച്ച് തന്നെ ചെയ്യും എന്നും VD സതീശൻ പറഞ്ഞു. ഷമാ മുഹമ്മദിനെ ആശ്വസിപ്പിച്ചിട്ടുണ്ടെന്നാണ് VD സതീശൻ പറഞ്ഞത്. സതീശന്റെ വാക്കുകളിലേക്ക്. ഷമാ മുഹമ്മദ് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ്. ഞാൻ പറഞ്ഞത് അത് ശരിയാണ്. ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് MPമാരൊക്കെ മത്സരിച്ച് വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞങ്ങളൊരു വനിതയ്ക്കല്ലേ കൊടുത്തത്. അപ്പോൾ ഇനിയൊരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും. എനിക്ക് കൂടി, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി, നേതൃത്വത്തിലിരിക്കുന്നവർ കൂടി കുറ്റബോധമുള്ള കാര്യം, വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല. സത്യമല്ലേ അത്? അവർ പരസ്യമായിട്ട് പറഞ്ഞു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവരിനി ഒരു കാര്യവും അങ്ങനെ പറയില്ല. അവർ പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഒരു പാവം കുട്ടിയാണത്. നമ്മളെന്തിനാ അതിനെക്കുറിച്ച് പറയണം? പാവം. ആണല്ലോ അതാ പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നല്ല പറഞ്ഞത്. പ്രസിഡന്റ് ആ രീതിയില്ല. ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ല. അവർ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സണാണ്. അവർ ഒരു കാര്യവും അവർ പരസ്യമായിട്ട് കോൺഗ്രസിനെതിരെ പറയില്ല. അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുമെന്ന് എന്നോട് പറഞ്ഞു. BJPക്കെതിരെയും CPM-എതിരെയും ഒരേ രീതിയിലുള്ള പ്രചാരണമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. അവരുടെ പ്രതികരണവും ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇവിടെ കേരളത്തിൽ BJPയുടെ പ്രചാരണം CPM ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നരേന്ദ്രമോദി വരുതിയിലാക്കിയിരിക്കുകയാണ്. ഇതാണ് കാണുന്നതെന്നും ഇനി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ ഭരണഘടന തിരുത്തി എഴുതാൻ പോലും BJP തയ്യാറാകുമെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. BJP വന്നാൽ ഭരണഘടന തന്നെ ഇല്ലാതാകും. ഇനിയും ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്ന അന്തരീക്ഷമാണ് ഇന്ത്യയിൽ ഉടനീളം. അപ്പോൾ ഈ മഹാവിപത്തിനെ ഒഴിവാക്കാൻ, ഈ ഏകാധിപതിയായ നരേന്ദ്രമോദിയെ ഒഴിവാക്കാൻ ഞങ്ങൾ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ നിർത്തി ലോക്സഭയിൽ കൂടുതൽ അംഗങ്ങളെ ഉണ്ടാക്കുക എന്നുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വരുതിയിലാക്കിയിരിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെന്റ്. അപ്പോൾ ഇനി എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് പോലും അറിയില്ല. മോഡിയുടെ എല്ലാ സമുദ്രത്തിലെ മുങ്ങലും ഉദ്ഘാടനങ്ങളും കഴിഞ്ഞ ശേഷം മാത്രമേ ഇനി ഇത് പ്രഖ്യാപിക്കൂ എന്നാണ് തോന്നുന്നത്. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവർ അസ്ഥിരപ്പെടുത്തുന്നു, ദുർബലപ്പെടുത്തുന്നു, ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു, ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. ഇതിനെല്ലാം എതിരെ പോരാടാൻ കഴിയുന്നത്
ഇന്ത്യ മുന്നണിക്കാണ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്. ബി.ജെ.പിയും CPM-ഉം തമ്മിൽ കൈകോർക്കുകയാണ് എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന് മറുപടി നൽകി ഇന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അത് എങ്ങനെയാണെന്ന് രാഹുൽ ഗാന്ധി തന്നെയാണ് മറുപടി നൽകേണ്ടതെന്നും രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും തമ്മിലുള്ള ബന്ധം അത് രമേശിന് അറിയില്ലേ എന്നുമാണ് വി മുരളീധരൻ ചോദിച്ചത്. അതായത് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതായത് EP ജയരാജൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ BJP-യും CPM-ഉം തമ്മിൽ അല്ലെങ്കിൽ ഇടതുമുന്നണിയുമായിട്ടാണ് മത്സരം. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇതുവരെ അത് തിരുത്തിയിട്ടില്ല, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞത്. രമേശ് ചെന്നിത്തല ആദ്യം ഈ കാര്യത്തിൽ സംശയ നിവൃത്തി വരുത്തേണ്ടത് രാഹുൽ ഗാന്ധിയായിട്ടാണ്. രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും കൈയോട് കൈ ചേർത്ത് ഹിന്ദി സഖ്യത്തിൻ്റെ നേതാക്കന്മാരായിട്ട് നടന്നിട്ട് കേരളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്നത് തന്നെ ജനങ്ങളെ കബളിപ്പിക്കലാണ്. ഈ കബളിപ്പിക്കൽ രമേശ് ചെന്നിത്തലയും കൂട്ടുകാരും അവസാനിപ്പിക്കുക. രാഹുൽ ഗാന്ധിയോട് ഈ കാര്യത്തിൽ സ്പഷ്ടീകരണം വരുത്താൻ പറയും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP ഇടതുമുന്നണിയെ സഹായിക്കുകയും അതിന് പ്രത്യുപകാരം എന്നോണം ഇത്തവണ ചില ലോക്സഭാ സീറ്റുകളിൽ CPM സഹായിക്കുമെന്നാണ് പറയുന്നത്. ആരാ സഹായിച്ചത്? നേമത്ത് ഇടതുമുന്നണിയെ സഹായിച്ചത് കെ മുരളീധരനല്ലേ? BJP-യും ഇടതുമുന്നണി തമ്മിൽ ഒരു സഖ്യമില്ല. BJP ആണ് CPM-നെ ഇല്ലാതാക്കുന്നത്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ബംഗാളിൽ സഖ്യമാണ്, കേരളത്തിൽ രഹസ്യമായിട്ടുള്ള സഖ്യമാണ്. ഈ O രാജഗോപാലിനെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ അവർ തമ്മിൽ സഹായിച്ചു. വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ അവർ തമ്മിൽ സഹായിച്ചു. കേരളത്തിൽ എത്രയോ കാലമായിട്ട് ഇടതും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേരും. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള തീരുമാനമാകും ഈ യോഗത്തിൽ ഉണ്ടാവുക. മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഡൽഹി, മധ്യപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളാണ് നടക്കുക. കമൽനാഥിന്റെ കാര്യത്തിൽ ചിലപ്പോൾ തീരുമാനമുണ്ടായേക്കും. അതുപോലെ തന്നെ അമേഠിയിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കണോ എന്നുള്ള കാര്യത്തിലും ഇന്ന് ചർച്ചയുണ്ടാകും. ബി.ജെ.പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് വൈകിട്ട് യോഗം ചേരുന്നുണ്ട്. ഒഡീഷ, മഹാരാഷ്ട്ര ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിലെ സഖ്യവും സീറ്റ് ധാരണയും ചർച്ചയാകുന്നുണ്ട്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകുവാനാണ് സാധ്യത. 150 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാകും പ്രഖ്യാപിക്കുക. കേരളത്തിൽ 4 സീറ്റുകളിലേക്ക് ഇനി പ്രഖ്യാപിക്കാനുണ്ട്. സഖ്യ കക്ഷികളുമായുള്ള സീറ്റ് ധാരണ വൈകുന്നതാണ് രണ്ടാം ഘട്ട പട്ടിക വൈകുവാനുള്ള കാരണം. 195 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്ന് ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ എഴുത്തുകാരൻ B. ജയമോഹൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത്. വളരെ മോശം കാര്യങ്ങളാണ് ജയമോഹൻ മഞ്ഞുമ്മൽ ബോയ്സിനെതിരെ ഉന്നയിച്ചിരുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് ഡ്രഗ് മാഫിയയെ വളർത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നു, ഇവിടെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സ് പറയുന്നത് തുടങ്ങി അധിക്ഷേപ ശരങ്ങളായിരുന്നു ജയമോഹൻ മഞ്ഞുമ്മൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ ഉന്നയിച്ചത്. ഇതിനെ ഒറ്റക്കെട്ടായി നേരിടുകയാണ് ഇപ്പോൾ മലയാള സിനിമ. ഫെഫ്ക തന്നെ പരസ്യമായി ഇതിൽ അഭിപ്രായ പ്രകടനം നടത്തി. B. ഉണ്ണികൃഷ്ണൻ, പ്രമുഖ സംവിധായകനും ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയുമായ B. ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ എന്താണെന്ന് കൃത്യമായിട്ട് ജയമോഹൻ പറയണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നടൻ ഹരീഷ് പേരടിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ചലച്ചിത്ര മേഖല, മലയാള സിനിമാ മേഖല ആരും ഇതിൽ ജയമോഹനെ പിന്തുണച്ചുകൊണ്ട് വന്നിട്ടില്ല. അതുമാത്രമല്ല, ജയമോഹൻ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? അത് പറയുന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയൂ എന്ന് B. ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു. B. ഉണ്ണികൃഷ്ണൻ അവിടെ അവലംബിച്ചത് ന്യൂസ് 18 കേരളം വെബ്സൈറ്റിൽ നൽകിയ ജയമോഹൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ന്യൂസ് 18 കേരളം നൽകിയിരുന്നു. അതെടുത്തു പറഞ്ഞുകൊണ്ടാണ് B. ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ജയമോഹനോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇന്ന് ആരൊക്കെ ജയമോഹനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്? മഞ്ജുഷ്, ജാതി ശ്രേണിയുടെ പീഡനം നേരിടുന്നവർ ഉയർത്തുന്ന സമാന്തരമായ ഒരു അനുഭവം പങ്കിടുന്ന ഒരു പുസ്തകം 100 സിംഹാസനങ്ങൾ എഴുതിയ ഒരു കഥാകൃത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മലയാളത്തെയും മലയാളികളെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ബ്ലോഗ് വന്നത് എന്നുള്ളത് വലിയ ആശ്ചര്യത്തോടെയാണ് മലയാള സിനിമയും മലയാളികളും നോക്കിക്കാണുന്നത്. അദ്ദേഹം മലയാളത്തിലും തമിഴിലും നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാകട്ടെ സിനിമകളിൽ തിരക്കഥയും ഒരുക്കിയിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ മലയാളികളെയും മലയാളത്തെയും ഒക്കെ
മോശമായി അദ്ദേഹം പരാമർശം നടത്തുന്നത്. ഇതിനു മുൻപും 2 തവണ പല തരത്തിലുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഈ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ 50 നോവലുകളിൽ മലയാളം ഉൾപ്പെടില്ല എന്നുള്ളൊരു വിവാദ പരാമർശം ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, വൃത്തികെട്ട ഭാഷയാണ് സംസ്കാരം, അതിൻ്റെ ഭാണ്ഡം പേറുന്നത് മലയാളമാണ് എന്നുള്ള തരത്തിലൊക്കെ വളരെ വിമർശനങ്ങൾ നേരിട്ടൊരു പരാമർശവും അദ്ദേഹം ഇതിനു മുൻപുമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് വീണ്ടും മഞ്ഞമ്മൽ ബോയ്സ് എന്ന ഒരു സിനിമ, അത് തമിഴിലും തെലുങ്കിലും അടക്കം 150 കോടി ക്ലബിൽ കയറിയ വലിയ സ്വീകാര്യത ലഭിച്ച ഒരു സിനിമ കൂടിയാണ് മഞ്ഞമ്മൽ ബോയ്സ്. മലയാളത്തിൽ ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്നുണ്ട്. ഈ സിനിമയ്ക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങളും വിമർശനങ്ങളുമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സിനിമയുടെ പ്രമേയം തന്നെ കൊടൈക്കനാലിലെ ഗുണാക്കേവിൽ അകപ്പെട്ടു പോകുന്ന തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥയാണ്. ഇതിൽ ഈ ഒരു സിനിമയുടെ ഈ ഒരു പ്രമേയത്തെ അദ്ദേഹം വിമർശിക്കുന്നത് ഇത്തരത്തിൽ മദ്യപിച്ച് ആറാടി ഉല്ലസിക്കുന്ന മലയാളികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുവാക്കളെ അവിടെ ആ ഒരു ഗുഹയിൽ തന്നെ ഉപേക്ഷിക്കണം, ഇവർ ചത്തുപോകുന്നതാണ് നല്ലത്, കാട് അവർക്ക് നൽകുന്ന ശിക്ഷയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. അതോടൊപ്പം ഇത്തരത്തിലുള്ളവർ ഈ മദ്യപിക്കുന്നു, ഇവർക്ക് മദ്യപാനവും ഉല്ലാസവും ആറാടുകയല്ലാണ്ട് മറ്റൊരു തരത്തിലൊന്നും ഇവർ ആസ്വദിക്കുന്നില്ല. കുടിച്ച കള്ളുകുപ്പികളെല്ലാം ഇവർ കാട്ടിൽ തന്നെ ഉപേക്ഷിക്കുന്നു. ഇത് പലപ്പോഴും കാട്ടാനകളുടെയൊക്കെ കാലിൽ ചവിട്ടി അത് മുറിവുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അതോടൊപ്പം സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്ന തമിഴ് പോലീസ് ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും ആ സിനിമയിൽ കാണുന്നുണ്ട്. ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്നവർക്ക് ഇങ്ങനെ മർദ്ദനം തന്നെയാണ് ഏൽക്കേണ്ടത് എന്നൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ, വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മലയാളികളെ ആ വ്ലോഗിലുടനീളം വിമർശിക്കുന്നത്. ഇതിനെതിരെയാണ് ബി ഉണ്ണികൃഷ്ണൻ ശക്തമായി തന്നെ നിലപാടെടുത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ജയമോഹൻ പറയുന്ന ഒരു വിഷയമുണ്ട്. ഇത്തരത്തിൽ ചില്ലുകുപ്പികൾ പലപ്പോഴും മലയാളികൾ കണ്ടിടത്തേക്ക് വലിച്ചെറിയുമ്പോൾ അത് പറക്കിയെടുത്ത ഒരു ഹൈക്കോടതിയിലെ ജഡ്ജ് തന്നെയുണ്ട്, തനിക്കറിയാമെന്നും അതിൽ പരാമർശിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടുള്ള തെളിവ് വേണമെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ഈ മറുപടിയായി ഫേസ്ബുക്കിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഈ ഒരു സുഹൃത്തുക്കളുടെ ഒരു സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ഒത്തൊരുമയൊക്കെ നല്ല രീതിയിൽ കാണിക്കാത്ത ജയമോഹൻ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലുള്ളൊരു പരാമർശം. അതോടൊപ്പം തന്നെ എറണാകുളത്തെ ഒരു കൂട്ടം സിനിമാ പ്രവർത്തകർ അവർ മദ്യപാനത്തിനും ലഹരിക്കും അടിമപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചിത്രങ്ങളിലെല്ലാം അതാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതിനൊക്കെ തെളിവ് എവിടെയാണ്? ഇതൊക്കെ തെളിവ് വെറുതെ ഇത്തരത്തിലുള്ള ഒരു ചാമ്പുകൾ ചാമ്പാതെ ഇതിനെവിടേക്ക് തെളിവ് കൊണ്ടുപോവാ എന്ന് തന്നെ വ്യക്തമായി തന്നെ ബി ഉണ്ണികൃഷ്ണൻ തൻ്റെ ഫേസ്ബുക്കിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ മുന്നോട്ട് വയ്ക്കുന്ന ഐക്യം അല്ലെങ്കിൽ ഉള്ളൊരു സ്നേഹം, സാഹോദര്യം, അതിന് വേണം നമ്മൾ പ്രാധാന്യം കണക്കാക്കാൻ എന്നുകൂടി മലയാള സിനിമ ഒന്നടങ്കം ബി ജയമോഹന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതാണ് ഇന്ന് സിനിമാ രംഗത്തു നിന്നുള്ള വാർത്തകളായി കാണുന്നത്. ഹരീഷ് പേരടി നടനും ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഹരീഷ് പേരടി പറഞ്ഞത് തമിഴ്നാട്ടിലായിരുന്നു താൻ, അവിടെ ഈ സിനിമയ്ക്ക് കിട്ടുന്ന അംഗീകാരം അത് എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അതുമാത്രമല്ല, തമിഴ്നാട്ടിലെ പല സിനിമാ പ്രവർത്തകരും തന്നോട് ചോദിച്ചു, ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും അതിലെ നടന്മാരെയും താങ്കൾക്ക് അറിയുമോ എന്ന്. അത് അറിയും എന്നുള്ള കാര്യം താൻ പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് കണ്ട പ്രതികരണം തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. അത് തനിക്ക് അഭിമാനമുണ്ടാക്കി എന്നുമാണ് ഹരീഷ് പേരടി പറഞ്ഞത്. അപ്പോൾ ജയമോഹൻ ഇതൊന്നും കാണുന്നില്ലേ എന്ന ചോദ്യമാണ് മലയാള സിനിമ ഉന്നയിക്കുന്നത്. ഓസ്കറിൽ ഇത്തവണ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൻഹൈമർ. മികച്ച സിനിമ, സംവിധായകൻ, നടൻ, സഹനടൻ എന്നീ പ്രമുഖ അവാർഡുകൾ ഓപ്പൻഹൈമർ സ്വന്തമാക്കിയിരിക്കുകയാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. And the Oscar goes to Christopher Nolan Oppenheimer. This is the first Oscar win and 8th nomination for Christopher Nolan. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നോളൻ ആരാധകർ കാത്തിരുന്ന നിമിഷമായിരുന്നു ഹോളിവുഡിലെ ഡോൾബി തിയേറ്ററിൽ ഇന്ന് മുഴങ്ങിക്കേട്ടത്. ആറ്റം ബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമറിന്റെ കഥ പറഞ്ഞ ചിത്രം ഓസ്കാറിലും തലയുയർത്തി നിന്നു. ചിത്രത്തിന്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ഓപ്പൺഹൈമറെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച കിലിയൻ മർഫി മികച്ച നടനുള്ള പുരസ്കാരവും നേടി. ഓപ്പൺഹൈമറിലെ പ്രകടനത്തിന് റോബർട്ട് ഡൌണി ജൂനിയർ മികച്ച സഹനടനായി. മികച്ച ഒറിജിനൽ സ്കോർ, ഛായാഗ്രഹണം, എഡിറ്റിംഗ് എന്നീ വിഭാഗങ്ങളിലും ഓപ്പൺഹൈമർ പുരസ്കാരം സ്വന്തമാക്കി. And the Oscar goes to Cillian Murphy.
This is the first Oscar win and nomination for Cillian Murphy. പൂവർ തിങ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് എമ്മ സ്റ്റോൺ മികച്ച നടിയായി. And the Oscar goes to Emma Stone. This is a second Oscar win and fifth nomination for Emma Stone. She took home her first Oscar for her leading performance in La La Land. She is the second woman to be nominated for acting and Best Picture for the same film. ദ ഹോൾഡ് ഓവേഴ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഡിവൈൻ ജോയിയെ മികച്ച സഹനടിയായി തിരഞ്ഞെടുത്തു. മികച്ച ഒറിജിനൽ സ്കോറിനുള്ള പുരസ്കാരം ബാർബിക്ക്. മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിം വാർ ഈസ് ഓവർ. മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിം ദ ബോയ് ആൻഡ് ദി ഹൊറോൺ. മികച്ച തിരക്കഥ അമേരിക്കൻ ഫിക്ഷൻ. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ പൂവർ തിങ്സ്. മികച്ച ഹെയർ സ്റ്റൈലിംഗ് പൂവർ തിങ്സ്. മികച്ച തിരക്കഥ ഒറിജിനൽ വിഭാഗത്തിൽ അനാറ്റമി ഓഫ് എ ഫോൾ. മികച്ച വിദേശ ഭാഷാ ചിത്രം ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം 20 ഡേയ്സ് ഇൻ മരിയോപോൾ. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ്. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ദ വണ്ടർ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗറും അവാർഡ് സ്വന്തമാക്കി. ജിമ്മി കമ്മലായിരുന്നു അവതാരകൻ. ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കറുത്ത റിബൺ ധരിച്ചാണ് ഓസ്കാർ ചടങ്ങിലേക്ക് താരങ്ങളെത്തിയത്. അതേസമയം മികച്ച വസ്ത്രാലങ്കാരത്തിന് അവാർഡ് പ്രഖ്യാപിക്കാനെത്തിയ ഹോളിവുഡ് നടൻ ജോൺ സീന എത്തിയത് പൂർണ്ണ നഗ്നനായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. ലോകപ്രശസ്ത ഇന്ത്യൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ബജാജ് സ്പോർട്സ് മോട്ടോർ സൈക്കിൾ റേഞ്ചിലെ പൾസർ സീരീസ് റീലോഞ്ച് ചെയ്തു. പൾസർ NS 2004 സീരീസിൽ NS 200, NS 160, NS 125 എന്നിവയാണ് നിരത്തിലിറക്കിയത്. ഏറ്റവും അത്യാധുനികമായ GPS ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇവ അവതരിപ്പിച്ചിരിക്കുന്നത്. LED ഹെഡ്ലൈറ്റുകൾ, ഇൻഡിക്കേറ്ററുകൾ, LCD കൺസോൾ എന്നിവയും ആധുനീകരിച്ചിട്ടുണ്ട്. NS 200 മോഡലിന് 1,57,427 രൂപയാണ് എക്സ് ഷോറൂം വില. NS 160 മോഡലിന് 1,45,792 രൂപയും NS 125 മോഡലിന് 1,04,922 രൂപയുമാണ് വില. പകൽ വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.